പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വലിയ നോമ്പിന് ആരംഭം കുറിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ നോമ്പ് ദിവസം നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതിലൊന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. അതിന് പ്രകാരം ഇറച്ചിയും മുട്ടയും മത്സ്യമൊക്കെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധ ലിയോ പാപ്പ ഇന്ന് ഈ വർഷത്തെ നോമ്പുകാല സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭക്ഷണത്തേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഉപവസിക്കുക. ഭക്ഷണത്തേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഒഴിവാകുക, ഉപവസിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ പാപ്പയുടെ ഈ വാക്കുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടുമൊക്കെ നമ്മൾ എത്ര പേരെയാണ് ഒരു ദിവസവും മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മിണ്ടുന്നതിനേക്കാൾ മിണ്ടാതിരിക്കുന്നതിനാണ് ശക്തി ആവശ്യമായിരിക്കുന്നത്. ദേഷ്യപ്പെടുന്നതിനേക്കാൾ ക്ഷമിക്കുന്നതിനാണ് ശക്തി ആവശ്യമായിരിക്കുന്നത്. നല്ല വാക്കുകൾ പറയാനായിട്ട് നല്ല ബലം വേണം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം 2010 നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേര് വൈ ആർ വി സോ നെഗറ്റീവ്. എന്തിനാണ് നമ്മൾ ഈ മോശം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിന് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് മോശം പറയണം? എന്തിന് മറ്റുള്ളവരിൽ നെഗറ്റീവ് കണ്ടെത്തണം എന്നൊക്കെയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. പലപ്പോഴും അഹങ്കാരത്തിൻ്റെ ഏതു വാക്കും തെറിയാണ്. തെറിച്ച വാക്കാണ് തെറി എന്ന് പറയുന്നത്. അച്ചടക്കമില്ലാത്ത വാക്കാണ് തെറി. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ 60 വയസ്സ് വരെയും പലരും തെറിച്ച വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവന് പണമുണ്ട്, ജോലിയുണ്ട്, അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് ഇങ്ങനെ തെറിച്ച വാക്ക്, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ചൊറിയുന്ന വാക്കുകൾ പറയുന്നു. കാപ്പിക്ക് ഉപ്പില്ലെന്ന് വരെയും പറയാൻ തുടങ്ങും മനുഷ്യർ. ഈ ചൊറിക്കും തെറിക്കും ഇടയിലുള്ളതാണ് നെറിയെന്ന് പറയുന്നത്. നെറി നേരായ വാക്കാണ്, സത്യസന്ധമായ വാക്കാണ്. അതാണ് നമ്മൾ പറയേണ്ടത്. ഈ ചൊറിക്കും തെറിക്കും ഇടയിൽ നെറിയെന്ന ഈ സത്യത്തിൻ്റെ വാക്ക് എപ്പോഴാണ് നമ്മൾ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും സത്യത്തിൻ്റെ വാക്ക് പറയാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് വെള്ളത്തിന് മീതെ നടക്കണമെങ്കിൽ വള്ളം വിട്ടിറങ്ങണം എന്നൊരു പുസ്തകമുണ്ട്. അതിലെ പ്രസക്തമായ ചോദ്യം ഇതാണ്: ക്രിസ്തുവുള്ള കടലാണോ ക്രിസ്തുവില്ലാത്ത പടവാണോ നിങ്ങൾക്കിഷ്ടം? ക്രിസ്തുവില്ലാത്ത കംഫർട്ട് സോണാണോ ക്രിസ്തുവുള്ള ഇളകി മറിയുന്ന കടലാണോ ഇഷ്ടം? നമുക്കെപ്പോഴും ക്രിസ്തുവില്ലാത്ത സേഫ് സോണിൽ നിൽക്കാനാണ് താല്പര്യം. ക്രിസ്തുവുള്ള ഇളകി മറിയുന്ന കടലിൽ നിൽക്കുവാൻ നമുക്ക് താല്പര്യമില്ല. തിരിയിളക്കം കാണുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്ന അല്പവിശ്വാസികളെപ്പോലെയാണ് നമ്മൾ പലപ്പോഴും മാറുന്നത്. പ്രശ്നത്തെയെല്ലാം നമ്മളിങ്ങനെ നോക്കിക്കാണുന്നത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമായിട്ടാണ്. പക്ഷേ പ്രശ്നത്തെയല്ല, പരിഹാരത്തെയാണ് നമ്മൾ നോക്കി മുന്നേറേണ്ടത്. പരിഹാരത്തെ നോക്കി ചുവട് വയ്ക്കുക, അവൻ കൈക്ക് പിടിച്ചുകൊള്ളും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ മധ്യേ പ്രശ്നത്തെ നോക്കി നടക്കുന്നത് കൊണ്ട് ആ പ്രശ്നത്തിനുള്ള പരിഹാരം നൽകുന്ന ക്രിസ്തുവിനെ നോക്കാൻ മറന്നു പോകുന്നത് കൊണ്ടും പലപ്പോഴുയും ഈ തിരയിളക്കത്തിൽ കടലിലേക്ക് മുങ്ങിത്താണുപോയി എന്നെ രക്ഷിക്കണമേ എന്നുള്ള വിലാപങ്ങൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ പ്രശ്നത്തെ അല്ല, പരിഹാരത്തെ നോക്കിക്കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കുക. ഹനുമാൻ മരുത്വ മലയിൽ പോയത് ലക്ഷ്മണനെ ഉണർത്താനുള്ള മൃതസഞ്ജീവനി തേടിയാണ്. എന്നാൽ ഹനുമാൻ മലയിൽ ചെന്നപ്പോൾ നിറയെ ചെടികളുള്ള സ്ഥലത്ത് മൃതസഞ്ജീവനി തിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഹനുമാൻ എന്ത് ചെയ്തു? അവിടെ ചെന്ന് ആ മല മുഴുവൻ എടുത്തുകൊണ്ടിങ്ങോട്ട് പോകുന്നു. ഇതിൽ നിന്ന് മൃതസഞ്ജീവനി തെരഞ്ഞെടുക്കാനായിട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഹനുമാൻ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഹനുമാനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. സാഹചര്യം അനുസരിച്ച് ചെറുതാകാനും വലുതാകാനുമുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹനുമാൻ പോയ സമയത്ത് വളരെ ചെറുതായി പറന്നു പോയെങ്കിലും അവിടെ ചെന്ന് മൃതസഞ്ജീവനി തിരിച്ചറിയാൻ പറ്റാതെ വന്നപ്പോൾ മല പൊക്കാനുണ്ടായതുകൊണ്ട് മലയേക്കാൾ വലിപ്പമുള്ള മനുഷ്യനായി മാറി ഈ മല ഇവിടെ എത്തിച്ച് കൊണ്ടുവരികയായിരുന്നു. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് മീതെ അതിൻ്റെ മുകളിൽ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളായി
ആ പ്രശ്നത്തിന് മുമ്പിൽ വെറും ചെറുതായി നിൽക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുകയാണ് പലപ്പോഴും. അപ്പോൾ അത്തരം മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നത് കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുവാനോ ആ പ്രശ്നത്തെ അതിജീവിക്കാനോ നമുക്ക് കഴിയാതെ പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു. മനുഷ്യൻ അത്രമാത്രം ചെറുതാകുന്ന അവസ്ഥ, ചെറിയ കാര്യങ്ങളെ പ്രതി വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് മനുഷ്യന് സംഭവിക്കുന്നത്. നിസ്സാരമായ കാര്യങ്ങളെ പ്രതി വെറുതെ ചെറുതാകുന്ന ഒരു സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ നിസ്സാരമായ പ്രശ്നങ്ങളെ ഊതിപെരുപ്പിച്ച് പ്രശ്നം വലുതാവുകയും നമ്മൾ ചെറുതാകുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൽ നിന്ന് മാറി പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഉയരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് നമ്മൾ ഈ റിലീജിയസിറ്റി, സ്പിരിച്വാലിറ്റി എന്ന രണ്ട് വാക്കുകളുണ്ട്. റിലീജിയസിറ്റി ആണോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയാണോ നമ്മളിൽ കൂടുതലുള്ളത്, മതാത്മകതയാണോ അല്ലെങ്കിൽ ആധ്യാത്മികതയാണോ നമ്മളിൽ കൂടുതലുള്ളതെന്നാണ്. അതായത് മക്കൾ അപ്പനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, അപ്പൻ പള്ളിക്കാര്യങ്ങൾ ഭയങ്കര സജീവമാണ്, പക്ഷേ വീട്ടിൽ വഴക്കിനൊരു കുറവുമില്ല, പിന്നെ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം. അമ്മയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, അമ്മ നോമ്പും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പരിദൂഷണത്തിനൊരു കുറവുമില്ല, പിന്നെ എന്തിനാ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മതാത്മകത മാത്രമല്ല ആധ്യാത്മികതയും കൂടി അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ നമ്മിൽ ക്രിസ്തു രൂപപ്പെടുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ഈ മതാത്മകതയുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാവുന്നു. നോമ്പ് വരുന്നു, നമ്മൾ കുരിശുമലയിൽ പോകുന്നു, നോമ്പെടുക്കുന്നു, കുരിശ് ചുവന്നിട്ട് പോകുന്നു, മല കയറുന്നു, മല ചവിട്ടുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വരുന്നു. പക്ഷേ ഈ മതാത്മകതയോടൊപ്പം തന്നെ സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ രൂപപ്പെടുന്നത് ക്രിസ്തു ആയിരിക്കും. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന മാതൃക അതുതന്നെയാണ്. അതുപോലെ തന്നെ ഈ സക്രിയായ്ക്കും എലിസബത്തിനും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് തീരുന്നത് വെറും മതാത്മകരായിട്ട് മാത്രം നിന്നതുകൊണ്ടല്ല, അതിലേക്ക് ആധ്യാത്മികത കടന്നത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മതാത്മകതയിൽ നിന്നും ആധ്യാത്മികതയിലേക്ക് ഉയർത്തുന്ന ഒരു നല്ല നോമ്പ് കാലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഈ നോമ്പുകാലം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ നല്ലൊരു നോമ്പുകാലം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൃപ നിറഞ്ഞ ഒരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു.